ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഫാസില റിയാസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് കിട്ടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷമായിട്ട്. നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൻ്റെയാണ്, യൂട്യൂബിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് കെട്ടാൻ വേണ്ടി കുറേ നമ്മൾ തപസ് ഇരുന്നിട്ടുണ്ട്. ഓരോരുത്തർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ ഞാനും കുറേ ആഗ്രഹിച്ച് കിട്ടിയതാട്ടോ. അപ്പോൾ ഇത് റിൻസിമോൾ പഴയതൊക്കെ വലിച്ചു വിടുമ്പോൾ അതിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. ഇത് കിട്ടാൻ ഈ യൂട്യൂബ് ചാനലിലുള്ളവർക്ക് ഇത് കിട്ടാനൊരു ഭാഗ്യം ചെയ്യണം. കാരണം ഇത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് യൂട്യൂബിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ വീഡിയോ യൂട്യൂബ് അംഗീകരിച്ച് പറഞ്ഞിട്ട് കിട്ടുന്നത് ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ചാനലിലുള്ളവർക്കൊക്കെ അത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഗൂഗിൾ ആഡ്സെൻസ് കേട്ടോ. ഞാൻ സൂക്ഷിച്ച് ഭദ്രമായിട്ട് എടുത്ത് വെച്ചിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു നമ്പർ ഉണ്ട്, അതാണ് നമ്മൾ മെയിനായിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ പാചകം ഒന്നുമല്ല, ഒരു വ്ളോഗും അല്ല. അപ്പോൾ ഇത് പറയാൻ അത് എടുത്ത് വെക്കട്ടോ, ഭദ്രമായിട്ട് എടുത്ത് വെക്ക്. അപ്പോൾ അന്ന് അവൾ അതൊക്കെ വലിച്ചിട്ടപ്പോൾ കിട്ടിയതാട്ടോ. ഞാനപ്പോൾ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ 2 ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫാത്തിമക്കുട്ടി ഉള്ളപ്പോൾ കളിച്ചതാണ്. ഫാത്തിമക്കുട്ടി സ്കൂളിൽ നിന്ന് വിട്ട് വന്ന് അവൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ അവൾ പാട്ടാ പറയും. അപ്പോൾ അവളുടെ കൂടെ ഞാൻ പാട്ട് പാടും, ഡാൻസൊക്കെ ചെയ്യും. അപ്പോൾ റിൻസിമോൾ പറയുമ്പോൾ അതൊന്ന് ഷോർട്ടാക്കി ഇടാം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെറുതെ തമാശക്ക് അങ്ങനെ. പിന്നെ ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ വൈറലായി കഴിഞ്ഞാൽ ആ പാട്ട് എല്ലാവരും ഇട്ടതിനെ കുറിച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടും അങ്ങനെ കിട്ടട്ടെ എന്ന് ഒന്ന് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടതാണ് വെറുതെ. എനിക്ക് അറിയണ പോലത്തെ ആദ്യമൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കണ കാലത്തൊക്കെ, പ്രൈസും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ഏജായി, മക്കളായി, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, തള്ളയായി പറഞ്ഞ പോലെ. അപ്പോൾ ഒരു കളിക്കാൻ ഒരു ചമ്മലും മടിയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാനപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് മറന്നു പോയിട്ട സ്റ്റെപ്പുകളൊക്കെ, എന്നാലും ഒന്ന് വെറുതെ ഒന്ന് കളിച്ചതാണ് ഏതും. അതിനെൻ്റെ മക്കളെ എന്താ പറയുക, കമൻ്റ് അങ്ങോട്ട് ഗിടുഗിടുന്ന് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ വീഡിയോ ഇട്ടാൽ കമൻറ്റേ വരില്ല. അങ്ങനത്തെ അവിടെ എനിക്ക് കമൻറ്റ് നിറയെ വന്നതൊക്കെ ബാഡ് കമൻ്റ് ആട്ടോ. പക്ഷെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മളോട് കുശുമ്പും കുഞ്ഞായ്മയും നമുക്ക് തോന്നും അവനെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, നമുക്ക് തോന്നും അവരെ പോലെ നമുക്ക് ആവാൻ പറ്റണില്ലല്ലോ, അങ്ങനെ തോന്നുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ പോലുള്ളവരാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുക കേട്ടോ. അവർക്ക് കുശുമ്പുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് അവർ പറയണോണ്ട് അവരോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം. നല്ലത് തന്നെയാണ്, ഒരാളെ നല്ലത് പറഞ്ഞ് നല്ല വഴിക്ക് എൻ്റെ ഫാത്തിമക്കുട്ടി കൈകൊട്ടണം. നല്ല വഴിക്ക് കൊണ്ടുവരുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ തെറ്റ് ചെയ്യാത്ത നമ്മൾ ചെയ്യുമ്പോൾ ചിലവർക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഞാൻ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ഡാൻസ് കളിച്ച് ഇത്ര വലിയ തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെ കാര്യം നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. എന്നാലും കൂടി പറയുക കേട്ടോ, ഓരോരുത്തർ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ. ഡാൻസ് വേറെ ലെവലിലൊക്കെയാണ് കാട്ടിക്കൂട്ടണം. പക്ഷെ നമ്മൾ അതുപോലൊന്നും കാട്ടണില്ലല്ലോ. പോയി നിസ്സാരം ഒരു പാട്ടിന് വെറുതെ ഒന്നും ഇങ്ങനെ ചെയ്തതിന് ക്യാമത്ത് നാളടുത്തു. ഈ ചെയ്യുന്ന നേരം പോയി നിസ്കരിച്ചുകൂടെ? അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ആദ്യം ഇതൊക്കെ ചെയ്തിട്ടാണോ വന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഈ ഒരാളെ കുറ്റം പറയുമ്പോൾ ആദ്യം ആ ആൾ നല്ലവനായിരിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം കേട്ടോ. സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക. എൻ്റെ ഖബറിലേക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, ദിക്ർ എടുക്കുന്നുണ്ട്. എല്ലാ നന്മകളും ഞാൻ എൻ്റെ ഖബറിലേക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഖബറിലേക്ക് നിങ്ങളും വരില്ല, നിങ്ങളുടെ ഖബറിലേക്ക് ഞാനും വരില്ല. പോയവരാരും തിരിച്ച് വന്നിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറ്റിയ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, 4 പേർക്ക് ഷെയർ ചെയ്യുക, അത്ര തന്നെ. അത് വിട്ടിട്ട് എനിക്ക് നിസ്കരിച്ചുകൂടെ, നീ ഡാൻസ് കളിച്ച കാരണം ക്യാമറ അടുക്കട്ടെ, എത്രയും പെട്ടെന്ന് അടുക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇങ്ങനെയുള്ള ജനങ്ങളുള്ള നാട്ടിൽ ക്യാമറ അടുക്കണത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ പറയണതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരണ്ട. ഈ വീഡിയോ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് ദേഷ്യമൊന്നും വരണ്ട കേട്ടോ. നമ്മൾ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് ആദ്യം പഠിക്കുക. എത്ര തന്നെ ക്രൂരനാണെങ്കിലും ക്രൂരത്തിയാണെങ്കിലും നമ്മൾ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. അതാദ്യം പഠിക്കുക. നിസ്കരിച്ചുകൂടെ? എനിക്ക് വേണ്ടി എൻ്റെ ഖബറിലേക്ക് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, 5 നേരം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്.
അതിലും ഇടയിൽ ബാക്കി വരുന്ന നിമിഷം 24 മണിക്കൂറും നമുക്കിപ്പോൾ നിസ്കരിച്ചുകൊണ്ടും ഓതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ വേറെ പണികളൊക്കെ ഇല്ലേ? സ്ത്രീകളായ പ്രത്യേകിച്ച് നമുക്ക് വേറെ പണികളുണ്ട്, അടുക്കള പണിയുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, കെട്ടിയവൻ്റെ കാര്യം നോക്കണം, എല്ലാം കൊണ്ട് വീട് അടുക്കി പെറുക്കി വെക്കണം, എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു വിശ്രമം പോലെയാണ് നമ്മൾ ഈ ഒരു ഇതായിട്ട് വരുന്നത്. അതും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൃമികടിയാണ് സംഭവം, കൃമികടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയണതുകൊണ്ട് എനിക്ക് എൻ്റെ മേത്ത് തട്ടുമില്ല. അള്ളാനെ തവര വേറെ ആരെയും ജീവിക്കുകയും വേണ്ട. അള്ളാനെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. അള്ള തന്ന ഒരു വഴിയാണെന്നാണ് ഞാനിങ്ങനെ കരുതുന്നത്. ഈ ചാനൽ കൊണ്ട് ആദ്യം എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല, ഇതെന്ത് സംഭവം എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ആൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആർക്കും മറുപടി തരാനും ഞാൻ വരുന്നില്ല. ഇനി ജസ്റ്റ് ഇങ്ങനെ കുറേ ക്യാമനാളൊക്കെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയാണ് സത്യം പറഞ്ഞത്. അന്ന് ക്യാമനാൾ എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെയൊക്കെ നരകിച്ച് ജീവിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അള്ളാൻ്റെ അടുത്ത് പോയിട്ട് ജീവിക്കാമല്ലോ. നമ്മളൊക്കെ ഇവിടെ വിരുന്ന് വന്ന ആളുകളാണ്, അതാദ്യം നമ്മൾ ആലോചിക്കണം. മനസ്സിലായ? നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് അവിടെയാണ്, നാളെ നമ്മൾ അവിടെയാണ് ജീവിക്കേണ്ടത്. നമ്മളൊക്കെ ഇവിടെ വിരുന്ന് വന്ന ആളുകളാണ്. സത്യം പറയണേ, നമ്മളെ സ്വത്തും മുതലും ഒന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. നമ്മൾ നല്ലതുണ്ടാക്കി വെച്ച നല്ല പേരുകളും നമ്മുടെ കൂടെയുള്ള ഇബാദത്തുകളൊക്കെയാണ് നമ്മുടെ കൂടെ വരിക എന്നൊക്കെ എനിക്കറിയാം. അപ്പം അതിനു വേണ്ടി ഞാൻ നല്ല ചെയ്യണമുണ്ട്. അപ്പോൾ ആരും ഇതിൻ്റെ പുറകിൽ പല കമൻറ്റുകളും ഇട്ടിട്ട് വരാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നല്ല മനസ്സാണെങ്കിൽ വീഡിയോ കാണുക, അത്ര തന്നെ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറൊന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ട്, നമുക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ കാണുന്ന ആളുകളുണ്ട്. ചിലർ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാകും, വീഡിയോ കാണുന്നുണ്ടാവില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ ഇത് തുടങ്ങിയ ശേഷം കുറേ നമുക്ക് എനിമികളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളും അള്ളാഹ്ക്ക് വിട്ടു കൊടുക്കുക. പടച്ചോനല്ലേ വലിയവൻ. നമ്മൾ നല്ലത് ചെയ്തത് മാത്രമേ നമ്മുടെ കൂട്ടിനുണ്ടാവുള്ളൂ. നമ്മളൊക്കെ വിരുന്ന് വന്ന ആളുകളാണ്. നമ്മൾ എപ്പോഴാണ്, നമ്മുടെ ക്ലോക്ക് പോലെയാണ് ജീവിതം. നമ്മുടെ ജീവിതം എപ്പോഴാണ് നിന്ന് പോകാമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് പോലെ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നുള്ളത്. ഇപ്പോൾ 5 നേരം നിസ്കരിച്ചത് കൊണ്ടും സ്വർഗം കിട്ടണം എന്നൊന്നുമില്ല. കൽബ് ക്ലിയർ ആയാലേ ആ ആൾക്ക് സ്വർഗം കിട്ടുള്ളൂ. 5 നേരം നിസ്കരിച്ചിട്ടും ഓതിയിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ആ ആൾക്ക് സ്വർഗം കിട്ടണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഈ കൽബുണ്ടല്ലോ, അത് വെളുത്താൽ മതി, അതിലാണ് സ്വർഗം കിടക്കുന്നത്. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. എന്ത് കമൻ്റ് ഇട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാനത് പറയാൻ കൂടി ഇങ്ങോട്ട് വന്നത്. പറയുമ്പോൾ ആർക്കും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കുക, പൊറുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. അപ്പോൾ അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.